ആണെന്ന കുതന്ത്രശാലിയോട് എങ്ങനെയാ സംസാരിക്കേണ്ടതെന്ന് അള്ള പഠിപ്പിച്ചിട്ടുണ്ട്. അള്ള പറയുന്നത് ഫോണിന്റെ അപ്പുറത്ത് ആണാണെങ്കിൽ നീ സംസാരിക്കുന്ന ഒരു അന്യപുരുഷനോടാണെങ്കിൽ പരുക്കമായി സംസാരിക്കണം. കൊഞ്ചാൻ മെനക്കെടരുത് എന്ന്. വീട്ടിൽ ഭർത്താവില്ല, ആരുമില്ല, ഒറ്റ കക്കോളിയും ബെല്ലടിച്ച് ഭർത്താവിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്, ഒരു സംശയമില്ല, കയറി ഇരിക്കട്ടോ എന്ന് പറഞ്ഞാൽ ഇജ്ജ് വിളിക്കണ്ട, ഭർത്താവ് ഇവിടെ ഇല്ല, വൈകുന്നേരം 5 മണിക്ക് വരും, നിങ്ങൾ വിളിച്ചിട്ട് വന്നാൽ മതി. ഇങ്ങനെ ഒരു വാചകം ഒരു പെണ്ണ് പറഞ്ഞു നോക്ക്, ഓൻ പിന്നെ അറിഞ്ഞ് ചുറ്റി പറ്റൂല. വരി ഇങ്ങോട്ട് കയറിയിരുന്നോളീന്ന് പറഞ്ഞാൽ ഓൻ കയറി അങ്ങ് പോവുക അപ്പുറത്ത് കേട്ടോ. അതിനോട് നിങ്ങളോട് അങ്ങനെ പറയാൻ പറഞ്ഞിട്ടില്ല. ഭർത്താവില്ല, 5 മണിക്ക് ശേഷം ഇവർ വിളിച്ചിട്ട് വന്നാൽ മതി, ദാറ്റ്സ് ഓൾ. നിങ്ങൾക്ക് എതിർപ്പുണ്ടോ പറയുന്നില്ല? എന്നാൽ അതാട്ടോ സത്യം, ഇതാ സത്യം. നേരെ മറിച്ച് നിങ്ങൾ ചാൻസ് കൊടുത്തോ, ഒരു വട്ടം കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല, രണ്ടാമത്തെ വട്ടം കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല, മൂന്നാമത്തെ വട്ടം കണ്ടാൽ ഒന്നും ഉണ്ടാവില്ല. ചിലർ എൻ്റെ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്ന്, ഏത് ചെറുപ്പക്കാരൻ ഏത് നാട്ടുകാരാണെന്ന് ചോദിക്കല്, ഭാര്യനെയും കൊണ്ടാ വന്ന്. ഭാര്യൻ്റെ ഇവിടെ ഓനിങ്ങനെ മടക്കിയിട്ട് ഇടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ബലൂണ് വീർത്ത മാതിരി വീർത്തിട്ട് രക്തം ഇങ്ങനെ നീല കളർ കെട്ടി കിടക്കുക. ഒരു പക്ഷേ ആ നാട്ടിലെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവ് വരുന്നവർ 5 കൊല്ലം കല്യാണം കഴിഞ്ഞ 5 കൊല്ലം 2 കുട്ടികളുണ്ട്. 5ാമത്തെ കൊല്ലമൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകണം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. ഇതിങ്ങനെ ശല്യപ്പെടുത്തിയ പോകാൻ പറഞ്ഞു എന്നാൽ പൊയ്ക്കോന്ന് പറഞ്ഞൊരു സ്ഥലത്താക്കി. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇവളെ ക്ലാസ് പഠിച്ചൊരു ചെക്കൻ, അവൻ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഓൻ എന്തോ കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ടില്ല, ഓൻ അവിടെ ഉള്ളത്. ഇവളവിടെ ചെന്നു. ഫസ്റ്റ് ദിവസം തന്നെ കണ്ടാൽ സ്വാഭാവികമായിട്ടും ക്ലാസ് പഠിച്ചോളല്ലേ, ഒരു ക്ലാസ് പഠിച്ചോളാണല്ലോ, സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും, ഒരു സ്പാർക്കിങ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വേറൊന്നുമല്ല കേട്ടോ, വേറൊന്നും വിചാരിക്കണ്ട. ഫോൺ നമ്പർ തീർച്ചയായിട്ടും ഓൻ ചോദിച്ചിരിക്കും. ആ ഫോൺ നമ്പറോളം 5 തവണ വ്യഭിചരിപ്പിച്ചു. ഇത്ര മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അത് പിടിച്ചു ഭർത്താവ്. കുവൈത്തിൽ നിന്ന് വന്നപ്പോൾ ഭർത്താവ് പിടിച്ചിട്ട് പിന്നെ ഓന, കാരണം അത്രയോളം വിശ്വസിച്ച് ജീവിച്ചൊരുത്തൻ. ഈ 5 കൊല്ലോളം പരിശുദ്ധമായിരുന്നു. 5 കൊല്ലം കഴിഞ്ഞ ഒരു കമ്പ്യൂട്ടർ സെൻ്ററിലേക്ക് അവൾ കാലെടുത്ത് വെക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, എന്താ സ്ത്രീക്ക് സ്വാതന്ത്ര്യം വേണ്ടേ? സ്വാതന്ത്ര്യം വേണം, പക്ഷെ അത് പിഴക്കാനുള്ള സ്വാതന്ത്ര്യം ആകരുത്. ഇതാണ് ഞങ്ങളൊക്കെ പറയുന്നത്. നിങ്ങൾ പോണ്ടാന്നോ പഠിക്കണ്ടാന്നോ ഒന്നുമല്ല. എൻ്റെ മോള് ഫറൂഖ് കോളേജിലാണ് പഠിച്ച്, സൈക്കോളജിയാണ് പഠിച്ച്, അവളിപ്പോൾ PGക്കാണ് പഠിക്കുന്നത്. മക്കളൊക്കെ ഞാൻ ഒക്കെ ഇഷ്ടമുള്ള വിദ്യാഭ്യാസത്തിനാണ് വിട്ട്, ഇപ്പോഴും അതെ. ഇതെന്നല്ല പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു ലോകത്തേക്ക് നിങ്ങൾ കടക്കുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെ ഇബിലീസ് ഉണ്ടെന്നറിയണം, ഓൻ്റെ കൂടെ ഇബിലീസ് ഉണ്ടെന്നറിയണം. ഓ നിങ്ങളോട് മൊബൈൽ ചോദിക്കുമ്പോഴേ കൊടുക്കേണ്ട ഒരു കാര്യമില്ല, നമ്മൾ തമ്മിൽ സംസാരിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എൻ്റെ ഭർത്താവിനല്ലേ കിട്ടണ്ടായി, എൻ്റെ ഫോൺ നമ്പർ എന്തിനാ നിങ്ങൾ വാങ്ങണേന്ന് ആദ്യത്തെ ചോദ്യം നീ ചോദിക്കുന്നതോടുകൂടെ ഓൻ്റെ മനസ്സിൽ എന്താണ്ടറിയോ, വെറുതെ ഞാൻ മെനക്കെട്ടിട്ട് കാര്യമല്ല. നേരെ മറിച്ച് ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിച്ചില്ല, ഫോൺ ചെല്ലുമ്പോഴേക്ക് നമ്പർ 846494 എന്നാണ് പറയുമ്പോഴേക്ക് ഓന് മനസ്സിലായി. 5ാമത്തെ മിനിറ്റ് കൊണ്ട് വളയുന്നു. സ്ത്രീകൾ ചോദിക്കും, ഞങ്ങളെപ്പറ്റി എന്താ നിങ്ങൾ ഇങ്ങനെ മോശം പറയണത്? നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് പുരുഷൻ്റെ ഇംഗീതത്തിനൊത്ത്, അഥവാ പുരുഷൻ്റെ ഈ താല്പര്യങ്ങൾക്ക് കീഴടങ്ങുന്ന ഒരു വിധത്തിലാണ് അള്ളാഹ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഓൻ അറിയുന്ന പോലെ ലോകത്ത് വേറൊരാൾക്കറിയില്ല. ഇത് മുജാഹിദ് ബാലുശ്ശേരിയുടെ മുണ്ടയിലെ ഈ ഭാഗം നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് ഒരുത്തൻ്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരില്ല.